തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപേ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയും കൂട്ടരും. ജയിക്കുമെന്ന് ഇത്ര ആത്മവിശ്വാസത്തിൽ പറയാൻ എന്തോ തരികിട ബി.ജെ.പി. ചെയ്തു വച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്നുറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. തൃശൂരിലും തിരുവനന്തപുരത്തും അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ. ഇതിൽ തൃശൂരിൽ എല്ലാ ഘടകങ്ങളും അനുകൂലമാണെന്നാണ് വിശ്വാസം. ഇവിടെ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. തൃശൂരിൽ സ്ത്രീ വോട്ടർമാർ സുരേഷ് ഗോപിക്കൊപ്പം നിന്നു എന്നാണ് ബി.ജെ.പിയുടെ വിശ്വാസം. ഈഴവ നായർ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും സുരേഷ് ഗോപിക്കൊപ്പമാണ് എന്ന് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനൊപ്പം ക്രിസ്ത്യൻ വോട്ടിൽ ഒരു പങ്ക് ലഭിക്കുകയും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റ് ഉറപ്പിക്കാമെന്നാണ് ബി.ജെ.പിയുടെ വാദം. എന്നാൽ മറിച്ചാണെങ്കിൽ സ്ഥിതി മാറും. തിരുവനന്തപുരത്തും ബി.ജെ.പിക്ക് നല്ല പ്രതീക്ഷ തന്നെയാണുള്ളത്. കോവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് തങ്ങൾക്ക് പ്രതികൂലമായേക്കുമെന്ന ആശങ്കയും ബി.ജെ.പിക്കുണ്ട്. ആറ്റിങ്ങലിൽ വോട്ട് വിഹിതം ഉയർത്താനാകുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ആറ്റിങ്ങലിൽ മത്സരിച്ചത്. 2019 ഇവിടെ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 2.5 ലക്ഷം വോട്ടുകൾ പിടിച്ചിരുന്നു. ഇതിലേറെ പിടിക്കാനായില്ലെങ്കിൽ ശോഭയുടെ മറുപക്ഷത്തുള്ള മുരളീധരന് നാണക്കേടാകും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലാണ് മത്സരിച്ചത്. ഇവിടെ 2ാം സ്ഥാനത്ത് വരെ എത്തിയേക്കുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. പാലക്കാടും പത്തനംതിട്ടയിലും കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നേറ്റമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. സംസ്ഥാനത്താകെ 18 മുതൽ 20 വരെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നാണ് ബി.ജെ.പി. പറയുന്നത്. 2019 എൻ.ഡി.എയുടെ സംസ്ഥാനത്തെ വോട്ട് വിഹിതം 15%. ആ വർഷം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. 2ാം സ്ഥാനത്തും നേമത്ത് 1ാം സ്ഥാനത്തുമായിരുന്നു. എന്നാൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഇടിഞ്ഞ് 14%. എന്നാൽ ഇത്തവണ ബി.ജെ.പിയുടെ നീക്കങ്ങൾ ഓരോന്നും അപകടത്തിലേക്കാണെന്ന സൂചന ആദ്യമേ കിട്ടിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് ശേഷം ആത്മവിശ്വാസം ഇരട്ടിയായെന്നും പാർട്ടിയുടെ വിലയിരുത്തലും അങ്ങനെയാണെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഞാൻ ഒരു MP ആവാനാണ് വന്നിരിക്കുന്നത്. MP ആയാൽ കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു എക്കോസിസ്റ്റം എന്റെ പാർട്ടിക്കുണ്ട്. എന്റെ സമ്പാദ്യം എന്റെ തൊഴിലിൽ നിന്നാണ്, രാഷ്ട്രീയത്തിൽ നിന്നല്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മന്ത്രിയാകണമെന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് വരെയെങ്കിലും എനിക്ക് ഇളവ് തരണമെന്ന് ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിനിമയും ചെയ്യണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കണം. പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതിന്റെ 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വിട്ടുതരണമെന്നാണ്. ചൊൽപ്പടി എന്നത് ജനങ്ങളുടെ ചൊൽപ്പടിയാണ്, എന്റെ വോട്ടർമാരുടെ ചൊൽപ്പടിയാണ്. തൃശൂരിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടെന്നല്ല, കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ഞാനെന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ ആത്മവിശ്വാസവും ആഘോഷവും ഒക്കെ കാണുമ്പോൾ കേരളം ഒരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് പറയേണ്ടി വരും.